ഇന്ന് ചോളം കൊണ്ടുള്ള ഒരു വളരെ രുചികരമായ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചോളം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമ്മുടെ ഈ ചോളത്തിനെ കൊണ്ട് നമ്മൾ പലതരത്തിൽ ഡിഷുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിത് കറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പുറംപാളിയാണ് തോല്, അത് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം ഇത് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അത്യാവശ്യം വെള്ളമൊഴിച്ച്, പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നല്ല രീതിയിൽ വേവിച്ചെടുത്തൊരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഇത് ഊർന്നെടുക്കുക, അല്ലെങ്കിൽ അതിന് മുമ്പായാലും നമുക്കിത് തൊലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഊർന്നെടുക്കുക. ഒന്നുകിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഈ നെയ്യിനകത്താണ് ഇത് വരട്ടിയെടുക്കുന്നത്. സാധാരണ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി, അതുപോലെ തക്കാളി, പച്ചമുളക്, പിന്നെ അതുപോലുള്ള സാധനങ്ങളെല്ലാം, അത്യാവശ്യം വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസാലകളായ എന്തെങ്കിലുമുള്ള ചിക്കൻ മസാലയായാലും മറ്റെന്ത് മസാലകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം കുറച്ചും കൂടെ ടേസ്റ്റായി വരും. ഇത് ഏതാണ്ടൊരു പാകമായി വരുമ്പോഴാണ് ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അടച്ച് വെച്ചിട്ട് 15-20 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെന്ത് വരുത്തണം. അപ്പോൾ ഏതാണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് കുരുമുളക് പൊടിയും ലേശം മസാലയും കൂടെയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു അര ചെറുനാരങ്ങയാണ്. ഈ ചെറുനാരങ്ങ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പിഴിഞ്ഞു കൊടുക്കലാണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല രുചികരമാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല സൂപ്പറാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ടേസ്റ്റാണ്, ഒരു വറവ് പോലെ.